ഇതെന്താ രാവിലെ തന്നെ റമ്മോ? എന്റെ ബീരാനൊക്കെ ഞാൻ നിങ്ങളോട് ചായ ചോദിച്ചല്ല, റമ്മല്ല. പഹനെ ഇത് റമ്മല്ല, കട്ടൻ ചായ. പാല് കിട്ടിയില്ല, നാരായണിയുടെ കറവ പറ്റി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ആ മിൽമെന്നെങ്ങാനും പാല് മേടിച്ചുകൂടാ തനിക്ക്? എടോ മൈമുനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അവിടെ ക്ഷാമാണെന്നാണ് കേട്ടത്. എന്തുവാ? നമ്മുടെ സുമതിയുടെ അച്ഛൻ മരിച്ചു. ഗോവിന്ദൻ നായരോ? അതല്ല, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുമതിയില്ലേ, അവരുടെ അച്ഛൻ. അൽഹംദുലില്ലാ, ആ പെൺകുട്ടിക്ക് ഇനി ആരുമില്ലാണ്ടായില്ല. കൊറേ കാലമായില്ലേ സുഖമില്ലാതെ കിടക്കുന്നു. മരിച്ചത് നന്നായി, ഇനിയിപ്പോ ധൈര്യമായിട്ട് കയറി ചെല്ലാലോ. അല്ലെ ഈ നാട്ടുകാർക്കൊക്കെ ഒരു സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞ അതാണ്. ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപേർക്ക് ചികിത്സക്ക് വേണ്ടി ചെലവാക്കിയില്ലേ? ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മളൊന്ന് ചെല്ലണ്ടേ? വേണം വേണം, ഈ നമ്മളെ കൊണ്ട് ആകാവുന്ന സഹായം ചെയ്യേണ്ട സമയമാണ്. അതെ, അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കാശ് നമുക്ക് പിരിച്ചുണ്ടാക്കാലോ. അങ്ങനെ ഈ തിരുവണ്ണാപുരത്ത് നല്ല മനസ്സുള്ള മനുഷ്യരുണ്ടെന്ന് പുറം ലോകം ഒന്ന് അറിയണ്ടേ? Who is this girl? Very nice figure. അല്ല, പണ്ടത്തെ ബീരാനിക്കാടെ കട തന്നെയല്ലേ ഇത്? കുറ്റി ഏതാ? കുറ്റിയോ? I am 8 years Gulf. അവിടെ നോ മലയാളം സ്പീക്കിംഗ്. നിങ്ങൾ ആരാ? ഓക്കെ, വെരി നൈസ് ക്വസ്റ്റ്യൻ. ഞാൻ ആരാണെന്നല്ലേ പറയാം. കുട്ടി, കോടീശ്വരനായ ഒരു IRDP ആണ് ഞാൻ. അല്ല, NRI പൗരനാണ് ഞാൻ. അല്ല, കുട്ടിയുടെ പേര് പറഞ്ഞില്ല. മൈമുന. മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വണ്ടർഫുൾ വണ്ടർഫുൾ. എന്റെ കണ്ണിന് എന്നാ പറ്റിയത്? കണ്ണിന് എന്ത് പറ്റി? കണ്ണി സുഖടാ? അതല്ല, എനിക്കിത് മൈമുന എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാന്താരിമുളക് പോലെ ഇരുന്ന പെണ്ണ് അങ്ങ് പോയപ്പോ ഓക്കെ, നീ ആകപ്പാടെ വളർന്നൊരു വാഴപ്പിണ്ടി പോലെയാ എന്റെ മൈമുന. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഈ വളയിട്ട് കൈകൊണ്ട് ഒരു ചായ. എക്സ്ക്യൂസ് മീ മൈമുന, ഞാനൊരു നഗ്ന സത്യം പറഞ്ഞാൽ മൈമുന ഞെട്ടരുത്. ഈ ചായക്കടയിലെ പുകയും കരിയുമേറ്റ് വാടിക്കരിഞ്ഞു പോകാനുള്ളതാണോ സുന്ദരമായ ഈ മുഖം? ഞങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. നിന്നെ ഞാൻ സഹായിക്കാം. ഈ കരിവുരുണ്ട ലൈഫിൽ നിന്നും മൈമുനയ്ക്ക് ഞാനൊരു പുതുപുത്തൻ ലൈഫ് ഓഫർ ചെയ്യുകയാണ്. അറബ് രാജ്യത്തെ പച്ച വിരിച്ച മണലാരണ്യത്തിൽ നിനക്കൊരു രാജകുമാരിയെ പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചു കൂടെ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ഞാൻ ഗൾഫിൽ ഒരു ജോലി വാങ്ങിച്ചു തരും. ഇവിടുത്തെ ഈ പാക്കറ്റ് പാലിന് പകരം നല്ല ഒന്നാന്തര ഒട്ടകത്തിന്റെ പാലും ഈന്തപ്പഴത്തിന്റെ കുരുവും നിന്ന് നിനക്ക് അടിപൊളിയായിട്ട് ജീവിച്ചു കൂടെ? ഗൾഫിൽ പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. ശരി, പിന്നെ എന്താ കുഴപ്പം? പക്ഷേ എന്റെ ബാപ്പനെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാ വരുന്നേ? അപ്പൊ വീരാനിക്കക്ക് ഇതുവരെ തീരുമാനമായില്ല? എന്ത് തീരുമാനം? ഞാൻ വിചാരിച്ച് വീരാനിക്ക മരിച്ച് മണ്ണോടൊടിഞ്ഞ് ഒന്നുമല്ലാതെ തീർന്നു. അനക്ക് നമ്മുടെ മയ്യത്തെടുക്കണ അല്ലേടാ? ആരാടാ ഹിമാറതി? അയ്യോ, ബീരാനിക്കക്ക് എന്നെ മനസ്സിലായില്ല. ഈ തിരുവണ്ണാപുരത്തെ ഓരോ മണൽത്തരിക്കും എന്നെ അറിയാം. അപ്പൊ അനക്ക് മണൽബാരായിരുന്നോ തൊഴില്? അല്ല വാപ്പ, ഒരു വലിയ പണക്കാരനാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നമുക്കേ ഞമ്മളില്ലാത്ത തക്കം നോക്കി വഴിയേ പോകുന്ന നമുക്കുകളോട് വർത്താനം പറയില്ലെന്ന് നമ്മള് പറഞ്ഞിട്ടില്ലേ? അതിനാ വർത്താനം ബീരാനിക്ക പറഞ്ഞേ? ഞാൻ വഴിയെ പോയ വയ്യാവലിയാണോ? ഒന്നാന്തര AC കാറി വന്ന ഒരു NRI പൗരനല്ലേ? എടീ, കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണാണ് നീ. മനുഷ്യനെ കൊണ്ട് അതും ഇതും പറയിക്കാതെ കേറി പോടിയകത്ത്. പാവം കേൾ, അവൾ ആകെ അപ്സെറ്റ് ആയി കാണും. അവളോട് ഇത്ര വേണ്ടായിരുന്നു വീരാനിക്ക. എടാ, നമ്മുടെ മോളോട് എന്ത് പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് ചോദിക്കാൻ നീ ആരാണ്? മിസ്റ്റർ ബീരാനിക്ക, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലജ്ഞ വരുന്നു. നിങ്ങളൊക്കെ ഇപ്പോഴും പഴയ ആ കാളവണ്ടി യുഗത്തിലാണ് ജീവിക്കുന്നത്. എടാ കൊച്ചനെ, നീ ഏതാ? നിന്നെ നമുക്ക് പിടികിട്ടണില്ലല്ലോ. മനസ്സിലാകില്ല, കാരണം ഞാനിപ്പോ പഴയ ഞാനല്ലല്ലോ. കോടികൾ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന മില്യനാണ് ഞാൻ, മില്യൻ. ഞാൻ പഴത്തിന്റെ കാശ് തന്നില്ലല്ലോ. ഒരു പഴം എടുത്തായിരുന്നു. അല്ലാ, 1.5 രൂപയുടെ പഴത്തിന് 100 രൂപയോ? ബാക്കി തരാൻ ഇവിടെ ചില്ലറയില്ല. അതിനാർക്ക് വേണം ബാക്കി? 1000-ൽ താഴെയുള്ള ഒരു നോട്ടുകൾക്ക് ഞാൻ ബാലൻസ് വാങ്ങാറില്ല. ബാക്കി ബീരാനിക്ക കൈവച്ചോ. പടശോനെ, ഈ ദുനിയാവിൽ ഇത്രയും വലിയ മനുഷ്യരുണ്ടോ? പടശോൻ എന്നെ കാത്തോളൂ. അല്ല, ഇവിടെ എവിടേക്കാണാവൂ? ഞാൻ ആരാണ്, എവിടേക്കാണ് എന്നുള്ളത് സസ്പെൻസ്. തൽക്കാലം ഞാനൊരു ക്ലൂ തരാം. എന്നതാ? ഒരു ഉപമ തരാമെന്ന്. എന്നെ ഇത് കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് ചന്നം ഭിന്നം പെരുമഴ പെയ്യുന്ന ഒരു കർത്തവാവ് രാത്രിയിൽ കുതന്ത്രശാലിയും
കുരുട്ടുബുദ്ധിയുമായ ഒരു അമ്മാവന്റെ പാരകൾ ഏറ്റുവാങ്ങി. അന്ന് രാത്രി ചെറുപ്പക്കാരൻ തിരുവണ്ണാപുരത്തെ പുഴ നീന്തി കടന്ന് നാട് നീങ്ങി. നാട് നീങ്ങിയെന്നു. ഓ എന്റെ പൊന്നെ, ഈ നാട്ടിൽ നിന്ന് ഞാൻ പോയെന്ന്. ഓ അങ്ങനെ. അന്ന് വാങ്ങിക്കൂട്ടിയ പാരകൾ മുഴുവനും ഡബിളും ത്രിബിളുമായി തിരിച്ചു കൊടുക്കാനായി മാക്സിമം ഫണ്ട് റേസ് ചെയ്ത് അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈരാനിക്ക, ഇപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണെങ്കിലും മടങ്ങി വരുമ്പോൾ എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാകും. ഒരു ബ്യൂട്ടിഫുൾ ഗേൾ. അയ്യോ, ഞങ്ങളെ വിട്ടിട്ട് പോയില്ലേ? എന്റെ മോക്കിനി ആരാ ഉള്ളത്? സാരമില്ലമ്മേ, എനിക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ അശോക് മാഷ് ഉണ്ടല്ലോ. അമ്മക്കിനി ആരാ ഉള്ളത്? അമ്മേനെ തനിച്ചാക്കി ഞാനിനി എങ്ങനെ പോകും? അയ്യോ, എന്റെ കാര്യത്ത് മോള് കരയണ്ട മോളെ. നിനക്കൊരു ജീവിതം ഉണ്ടായാ അമ്മക്ക് സമാധാനമായിട്ട് പോവാലോ. അയ്യോ, അമ്മയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അനാഥയായി പോവൂലേ അമ്മേ? മരിക്കാനോ? തനിച്ചാവോന്നോർത്ത് മോൾ ഒരിക്കലും വിഷമിക്കണ്ട. കുട്ടിക്കാരൻ കുമാരേട്ടൻ എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്. അങ്ങേരുടെ കൂടെ സമാധാനമായിട്ട് പോവാന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ, കരയണ്ട മോളെ, കരയല്ലേ. നിങ്ങൾ ഇത്ര നേരം കരഞ്ഞല്ലേ? കരച്ചു നിർത്ത്. ഫോട്ടോ എടുക്കാൻ ആള് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്. ഓ, ഇത്ര നേരം കരഞ്ഞല്ല, ഇനി എന്തിനാ 5 മിനിറ്റ്? അയ്യടാ, കരയാനല്ലടോ, ഞങ്ങൾക്ക് മുടി ചികി കിട്ടി ഒന്ന് ഒരുങ്ങാനാ. ഞങ്ങൾ വരുന്നവരെ താൻ ഇവിടെ ഇരുന്ന് കരയോ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതും? വാ അമ്മേ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പോയത് പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ? നമ്മൾ അന്വേഷിക്കുന്ന കാര്യം രമണൻ മരണം മുൻകൂട്ടി അറിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. അതിനുള്ള സിദ്ധി ഒന്നും രമണില്ല. സിദ്ധിയോ? മരണം മുന്നിൽ കാണാനുള്ള അത്ഭുത സിദ്ധിയില്ലേ, അതൊന്നും ആ കൊഞ്ഞാണ്ട് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഓ, അതല്ലടോ അച്ചായ പറഞ്ഞത്. പിന്നെ മരിച്ച വിവരം രമണൻ നേരത്തെ അറിഞ്ഞെന്ന്. ഓ, അതാണോ ഉദ്ദേശിച്ചത്? ഇയാൾ എവിടുത്തെ വാടു. നമസ്കാരം. രമണ, ഇവന്റെ ആരെങ്കിലും ആണോ? അല്ല, പിന്നെ പിന്നെ ഈ പട്ടി മോങ്ങണ പോലെ മോങ്ങണ എന്താന്നേ? ഓവറാക്കി കൊന്നുകളെ ബന്ധുക്കാരെല്ലാവരും വന്നില്ലേ? ഏയ്, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. ബന്ധക്കാരെ സ്വന്തക്കാരെ കൂട്ടിക്കൊണ്ടുവരാൻ കല്യാണം വീഴണം, മരണ വീഴണം. എടാ, നിന്റെ അമ്മായിപ്പനും അമ്മായിമ്മയും കൊണ്ടുവന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. മരിച്ച ആളുടെ ബന്ധുക്കളൊക്കെ എത്തിയോന്ന്. ഇവർക്ക് ഇവിടെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ലേ. പിന്നെ ഇവരുമായി ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട്. അതാരാ? ആ, വീടിന്റെ വാടക കിട്ടാനുള്ള ഗോവിന്ദൻ നായര്, ആശുപത്രി ചെലവിന് പലിശക്ക് പണം കൊടുത്ത ബ്ലേഡുകാരൻ, ശവം കൊണ്ടുവന്ന ആംബുലൻസിന്റെ ഡ്രൈവർ. ഹേയ്, അപ്പൊ വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ലേ? ഇവരൊക്കെ വേണ്ടവർ തന്നെയാ. അയ്യോ, പോയില്ലേ? എന്റെ മോക്കിനി ആഹാ, അത് ശരി. അപ്പൊ ഇതിന്റെ ഇടക്കാരെ ഇട്ടിട്ട് പോയി കളഞ്ഞു. മരിച്ച ആളുടെ കേസാണ്. ഓ, അത് ശരി. അപ്പൊ ഈ മൊത്തത്തിൽ ഇടപാട് തീർക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഒരു കാര്യം ചെയ്താലേ, നമുക്ക് പിരിക്കാൻ പോയാലോ? കയറിയിരിക്കാനോ? ഓ, കയറല്ല, കാശ്. വട്ടച്ചെലവിനുള്ള കാശ് വേണ്ടേ? അത് ശരിയാ. പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വട്ടച്ചെലവിനുള്ള കാശില്ലാതെ വിഷമിച്ചിരിക്കാനാണോ? ദാ, നിനക്ക് പുട്ടും കടലടിക്കാനുള്ള കാശല്ല, മരിച്ച ആൾക്ക് വേണ്ടിയാ. ഓ, മരിച്ച ആൾക്കെന്തിനാ ഭാർഗവ പുട്ടുകടലേ? ഓ, ഒന്നും മിണ്ടാതെ വരുന്നുണ്ടാ. ആണല്ലേ? ബാന്ന്. അല്ല, ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം? ഇവരെ അറിയോ? ഈ ഇരിക്കുന്നവരെയോ? ഞാൻ എങ്ങനെ അറിയാനാ? കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദുബായിലല്ലേ. ഓ, നാട്ടുകാരെ അല്ല, വീട്ടുകാരെ. ഓ, എന്തൊരു ചോദ്യമായത്. പാലക്കല ഗോവിന്ദൻ നായരുടെ വീടല്ലേ ഇത്? അതെ. അവിടെ താമസിക്കുന്നവരെ എനിക്കറിയുമെന്നോ? ഈ വസുമതിയുടെ അച്ഛൻ എന്റെ ആരാന്നാ കരുതിയത്? ആരാ? എന്റെ അമ്മാവൻ. അപ്പൊ സുമതി എന്റെ മുറപ്പെണ്ണ്. അവളെ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദുബായിൽ പൊരിഞ്ഞ വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അപ്പോ വിവരം വന്നതല്ലേ? അല്ലല്ല, വിസ തീർന്നപ്പോ എന്നെ കയറ്റി വിട്ടത്. അല്ല, എന്ത് വിവരമെന്നാ പറഞ്ഞേ? വസുമതിയുടെ അച്ഛൻ ഇന്നലെ രാത്രി കാലപുരിക്ക് ഓ, പോയി. പോയെങ്കിൽ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. ഓ, അതല്ല, പിന്നെ? തട്ടിപ്പോയിന്ന്. ഞാനിതെങ്ങനെ സഹിക്കും എന്റെ അമ്മാവാ? സഹിക്കണം, സഹിക്കണം. വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. സമാധാനിക്കാനോ? എത്ര സീഡി ഇട്ട് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നെന്ന് അറിയാമോ? അമ്മാവന്റെ മുഖത്ത് നോക്കി 4 ഡയലോഗ് പറയാനുള്ള അവസരമല്ലേ തൊളിച്ചത്. എന്ത് ഡയലോഗ്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം പണത്തിന്റെ പേരിൽ സ്നേഹിച്ച വസുമതി എന്നെ തള്ളിപ്പറഞ്ഞു. ഇപ്പൊ മരണത്തിലൂടെ അമ്മാവനും എന്നെ തോൽപ്പിച്ചു. തോൽവികളെല്ലാം ഏറ്റുവാങ്ങാൻ ശശി മാത്രം മിച്ചം. ഞാൻ എന്തായാലും ഇപ്പൊ വന്ന് നന്നായി. ആ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അതെ, വസുമതി വഴിയാതാരാവാതെ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാ ശശി അകത്തോട്ട് ചെല്ലേ. ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ചെറിയൊരു പിരിവിന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പിരിവോ? ആ, അതെ, അമ്മാവൻ കുറെ കാലമായിട്ട് ഹൈടെക് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. കർമ്മങ്ങൾ നടത്താനൊന്നും അവരുടെ കയ്യിൽ കാശില്ലെന്നേ. എന്റെ അമ്മാവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആൾക്കാരുടെ വക പിരിവോ? ഈ ശശി ജീവനോട് ഇരിക്കുമ്പോ അതിന് സമ്മതിക്കല. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ നടത്തും? ഞാൻ നടത്തും. അമ്മാവൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ നീ പോയി 4 കാശ് സമ്പാദിച്ചിട്ട് വാടാ എന്ന്.
ആ പറഞ്ഞതും കേട്ടുപോയി ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടാണ് തിരിച്ചു വന്നത്. സുമതിയുടെ കൈയും പിടിച്ച് എനിക്ക് ഇവിടുന്ന് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം. അല്ല ഇത്രയും വലിയൊരു ബാധ്യത ഒറ്റയ്ക്ക് ഏറ്റെടുക്കണോ? ബാധ്യത അല്ലത്, ഇതെന്റെ ഒരു കടമയാണ്. അപ്പോ പിരിവ് വേണ്ടെന്ന് വെക്കാം. ഔട്ട്സൈഡ് പിരിവേ വേണ്ട. ഓക്കെ, എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അതെല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്തിരിക്കും. എന്റെ സുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്യണ്ടേ എന്റെ സഞ്ചിയുള്ള ചേട്ടാ? പിന്നെ ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണമായിരുന്നു. ഞാൻ വന്ന കാറ് കിടപ്പുണ്ട്. അതല്ലെന്നേ, ശവം തള്ളിക്കൊണ്ടുപോകാനായിട്ട് ഒരു ഉന്തുവണ്ടി. ഉന്തുവണ്ടിയും കാളവണ്ടിയും ഒന്നും വേണ്ട. നല്ല എയർ കണ്ടീഷനായ ലക്ഷറി ആംബുലൻസ് തന്നെ വേണം. കൂടി വന്ന ഒരു 15,000 രൂപ, അത്രയല്ലേ ഉള്ളൂ. എന്റെ അടുത്താണോ നിങ്ങൾ അമ്മാവിന് വേണ്ടി കണക്ക് പറയുന്നത്? 15,000 ഉണ്ട്. ഓക്കെ, അപ്പേ ആംബുലൻസിന്റെ കാര്യം ഞാൻ ആയിക്കോട്ടെ, നോക്കിക്കോളാം. ആയിക്കോട്ടെ. ശരി. ഓ, ശരി എന്നാ, പോയിട്ട് വരൂ. എന്റെ വസുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്യണ്ട എന്റെ പിന്നെ വേണം വേണം. അല്ല ഈ അവിടെ ദഹിപ്പിക്കാനായിട്ടേ ചകിരിയും വിറകൊക്കെ വേണം. ഇയ്യ. വിറകിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. അല്ല മാവ് വേണോ പ്ലാവ് വേണോ? മാവും ചക്കയും പ്ലാവും ഒന്നും വേണ്ട. നല്ല ഒന്നാന്തരം ചന്ദനമുട്ടികൾ അടുക്കി വേണം ഈ ശശിയുടെ അമ്മാവിനെ ദഹിപ്പിക്കാനായിട്ട്. ചന്ദനമുട്ടികളോ? അതിനൊക്കെ ഒത്തിരി കാശാവും. യാ, അതെനിക്കൊരു പ്രശ്നമേ അല്ല. ഇന്നാ 50,000 രൂപ ഉണ്ട്. 30,000 രൂപയ്ക്ക് ചന്ദനമുട്ടി, ഒരു 10,000 രൂപയ്ക്ക് കർപ്പൂര, അതിന്റെ മറ്റേ സാമഗ്രികൾ. ബാക്കി പൈസ കൈവച്ചോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നാ മതി. ഇനി ആവശ്യമുണ്ട് ചോദിച്ചോണം. ഓക്കെ, അത് ഞാനെന്ന ചന്ദനമുട്ടിയായിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ റബ്ബർ തടിയായിട്ട് വരരുത്. റബ്ബർ തടി ഏതാണ്, ചന്ദനമുട്ടി ഏതാണ് തിരിച്ചറിയാനുള്ള പ്രായം എനിക്കുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കി. എന്റെ വസുമതിക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യണ്ട എന്റെ തോക്കുള്ള ചേട്ടാ. അമ്മാവാ, എന്റെ ദൈവമേ, ചതിച്ചെന്നാ തോന്നുന്നു. ചേട്ടോ, എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറച്ച് ചായം പരിപ്പോടെയും കൂടി ബാക്കിയുണ്ട്. അതല്ല ചോദിച്ചത്, ശവദാനം കഴിഞ്ഞോന്ന്. എന്തിനാ റീത്ത് വെക്കാനാണോ? ഓ, ശവം ഇവിടെ നിൽക്കുന്നതിന് മുമ്പേ എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനാ നമ്മൾ അതെന്നാ കൂട്ടത്തിൽ തന്റെ ശവം കൂടി എടുത്തോണ്ട് പോണോ? മിക്കവാറും അത് വേണ്ടി വരും. ചത്ത ആൾക്കങ്ങ് പോയാ മതി. ഈ ശവത്തിന് വേണ്ടി 1 രൂപ അല്ലേ മുടക്കിയിരിക്കുന്നത്? രൂപ 60,000 രൂപ മുടക്കിയിരിക്കുന്നത്. അത്രേ ഉള്ളോ കാര്യം? ആ നിൽക്കുന്ന വിദേശ മലയാളിയാണ് ചത്ത ആൾക്കുടെ മകളെ കെട്ടാൻ പോകുന്നത്. ആണ്, കിട്ടാനുള്ള കാശ് അവിടെ ചോദിച്ചാ മതി. ഒട്ടക്കണക്കിന് കാശുമായിട്ടല്ല വന്നിരിക്കുന്നത്. എന്താ നേരത്തെ പറയണ്ട, ഞാൻ മേടിച്ചോളാം. അയ്യോ, ആരെങ്കിലും ഒരാൾ ചത്തെന്നറിഞ്ഞ നാട്ടിലുള്ള പലിശക്കാരൊക്കെ കൂടി കാക്ക കൂടുന്ന പോലെ അങ്ങോട്ട് കൂടിക്കോളും. സബ് ആക്രാന്താത്മികെ. ഇതാണ് ഹോസ്പിറ്റൽ ബില്ല്. ഇതാണ് ഹോസ്പിറ്റൽ ബില്ല്. 1,20,410 രൂപ. ഈ നക്കാപ്പിത്തെ കാശിന് വേണ്ടിയാണോ എന്റെ അമ്മാവിന്റെ ബോഡി മണിക്കൂറുകളോളം നിങ്ങൾ ആശുപത്രി പിടിച്ചു വെച്ചത്? വെരി ബാഡ്. എന്നാ പിടിച്ചേ നിങ്ങളുടെ കാശ്. കാശ് വാരിക്കൊണ്ട് വന്നവനാണ് ഞാൻ. ഇനി മേലെ ഈ ഏരിയ കണ്ടുപോയി ഞങ്ങളെ ബോഡി മാപ്പ് പറഞ്ഞോട്ടെ. ഒരു കോപ്പെന്നാന്നും പറയണ്ട. നിക്കേ, ഇതെല്ലാം ഞാൻ എന്റെ വസുമതിക്ക് വേണ്ടിയാ ചെയ്യുന്നത് കേട്ടോ. അതെ, എനിക്കൊരു 5,000 രൂപ കിട്ടാനുണ്ട്. ആംബുലൻസിന്റെ വാടക. ആംബുലൻസിന്റെ വാടക 5,000 രൂപ അല്ലേ? ആഹാ, ഒരുത്തിന്റെ കാശ് ഞാൻ മിച്ചം വെക്കുകയല്ല. 6,000 രൂപ ഉണ്ട്. ഒരു സന്തോഷത്തിന് വേണ്ടി 1,000 രൂപ കൂടുതലുണ്ട് കേട്ടോ. എല്ലാം എന്റെ വസുമതിക്ക് വേണ്ടിയാണ്. കൂട്ടുകാരോട് ഒരു പറഞ്ഞു കേട്ടോ. ഇനി അമ്മാവിന്റെ ഇടപാടുകാരുണ്ടെങ്കിൽ കടന്നു വരാം. എന്റെ ഒരു ഇടപാട് കൂടി തീർക്കാനുണ്ട്. അതെന്താ ഇടാ കൂടെ വാ. സാറിന്റെ ഭാവി അമ്മായിച്ചിന് വേണ്ടി. ഓ, മരിച്ചു പോയാക്ക് എവിടെയാടോ ഭാവി? ഭാവി അല്ലെങ്കിൽ ഭൂതം. ഭൂതകാല അമ്മായിച്ചിന്റെ ചികിത്സാ ചെലവിന് വേണ്ടി പലിശക്ക് എന്റെ കയ്യിൽ കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട്. ശരി ശരി, എത്രയുണ്ട്? 60,000 രൂപ. അത്രേ ഉള്ളൂ? അത്ര അല്ല, അതിന്റെ പലിശയുടെ പലിശയും കൂടി കൂട്ടി ഒരു 3.5 ലക്ഷം രൂപ വരും. 3.5 ലക്ഷം രൂപയോ? എടോ, ഇത്രയും കാശുണ്ട് എന്റെ അമ്മാവിന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ പണിയാണല്ലോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. നടക്കുകയല്ല. അതെ, കാശ് തന്നില്ലെങ്കിലേ ബുദ്ധിമുട്ടും. കാട് 2 മാസവും തല്ലി ഓടിച്ചു കളയും. മനുഷ്യനെ കൊല്ലാൻ മാത്രല്ല, പച്ചക്ക് തിന്നാനും ഈ വാസുവിന് വഴിയിൽ അറിയോ? എന്റെ പൊന്നു വാസു, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, എന്റെ ഇപ്പൊ കാശായിട്ട് തരാനില്ല. ഞാൻ ചെക്ക് തരാം. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ടങ്ങ് മാറിയച്ചാ മാത്രം മതി. എന്റെ ജീവിതമാ സാറ് രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ കിടപ്പാടം പണയം വെക്കിട്ട് വന്നേരെ. താങ്ക് യു. ഞാൻ വരട്ടെ. അതെ, എല്ലാം എന്റെ വസുമതിക്ക് വേണ്ടിയാണ്. ഇത്രയെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യണ്ടേ? അമ്മാവന്റെ ശവം എടുക്കുന്നതിന് മുമ്പ് ഒരു നെയ്യാ പൈസ ആർക്കും കൊടുക്കാനുണ്ടാകരുത്. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, ചെറിയൊരു ഇടപാടും കൂടി തീർക്കാനുണ്ട്. അമ്മാവൻ നല്ലൊരു ഇടപാടുകാരനാണല്ലേ? അതല്ല, പിന്നെ വീടിന്റെ വാടക. ഓ, അത് കൊടുക്കാം. ഹലോ, ഞാൻ ഉടനെ വരില്ല. എന്റെ അമ്മാവും മറ്റ സീസണാണിത്. ഓക്കെ. നമുക്ക് ഈ വീടിന് മുമ്പിൽ ഒരു പന്തലിടണ്ടേ? വരുന്നവർക്ക് ഇരിക്കാനായിട്ട് കസേരകളും വേണം.
ഒന്നിനൊരു കുറവ് വരുത്തരുത്. ഓക്കെ? അതൊക്കെ വേണം. വേണം 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 വേണം. ആ ഓ ശരി ശരി, എന്നാ അങ്ങോട്ട് ഇരിക്കും. ആൾക്കാർ വന്നിട്ട് ഇരിക്കാൻ സീറ്റില്ല തിരിച്ചു പോകുന്ന കണ്ടോ? അമ്മാവനല്ലേ എന്റെ ക്ഷീണം. ഇതാ ഇന്നാ ഒരു 10,000 രൂപ ഉണ്ട്. എല്ലാം നിങ്ങൾ തന്നെ വേണം നോക്കി കണ്ടും ചെയ്യാനായിട്ട്. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോ നമുക്കൊരു തൽക്കാലം ഒരു ഓലപ്പന്തൽ തന്നെ അങ്ങ് ഇടാം. അയ്യേ, ഓലപ്പന്തലോ? ആ. നിങ്ങൾ ഈ യുവജനോത്സവം കണ്ടിട്ടില്ലേ? അവിടെ ഇരുന്ന ഒരു സൈസ് പന്തലില്ലേ ഇങ്ങനെ തിളക്കമൊക്കെ തൂങ്ങിക്കിടക്കുന്നേ? ഏകദേശം അതേപോലുള്ള ഒരു പന്തലായിരിക്കണം. പിന്നെ ഇരിക്കാനായി ഇഷ്ടംപോലെ ചെയറുകൾ നിർത്തിക്കോ. ഓക്കെ? അപ്പൊ ഭക്ഷണം നമുക്ക് കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയും തന്നെ അങ്ങോട്ട് ആക്കാം. ഒരൊറ്റ കീറങ്ങ് തരും. ഇവിടെ ഒന്നുമല്ലേ, ഞാനൊരു NRI അല്ലേ, എന്റെ പേര് കളയല്ലേ. വരുന്നവർക്ക് നല്ല ഒന്നാന്തരം ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഐസ്ക്രീമും നൂഡിൽസും ഒക്കെ, പിന്നെ കുട്ടികൾക്ക് വേണ്ട കുറെ സ്വീറ്റ്സും ടോയ്സും ഒക്കെ മാറ്റി ഇട്ട് കൊടുക്കുക. അവര് ഉമ്മാന്ത് കളിക്കട്ടെ. ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. എന്റെ ബസുമതിക്ക് വേണ്ടി ഞാൻ ഇത്രയും ഒന്ന് ചെയ്യണ്ടേ എന്റെ സുഹൃത്തെ. പിന്നെ ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും എന്റെ ബസുമതി ഒന്നും കണ്ടില്ല. പാവം എന്ത് വിചാരിച്ചു കാണും. ഞാനൊന്ന് ബസുമതി കേട്ടിട്ട് ഓടി വരാം. അല്ല, നമുക്ക് ആ വാടകക്കാരന്റെ ബാധ കൂടി തീർത്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്ര രൂപ വാടകക്കാരന് ഗോവിന്ദേട്ടാ, നീ വന്നേ, ദേ വാടക കാശ് മേടിച്ചോ. വാ. ഒരു 50,000 രൂപ കൊടുത്തേക്കല്ലേ? എന്തായാലും ജീവിച്ചിരുന്നപ്പോ അമ്മാവനെ സഹായിച്ച ആളല്ലേ. എനിക്ക് പണം ഒരു പ്രശ്നമല്ലല്ലോ. വരൂ വരൂ ഗോവിച്ചേട്ടാ. നിങ്ങളുടെ കാശ് വന്ന് മേടിക്കുന്നു. ആ വാ വാ. വാ വാ വാ. വന്ന് വാടക എത്ര വെച്ചാ മേടിക്കും. ഇതല്ലെന്ന്. എന്താണോ പ്രേതം? അമ്മാവൻ. പ്രേതോ? അമ്മാവനോ? എടോ, ഇത് അമ്മാവനല്ല, ഇതാണ് ഗോവിന്ദേട്ടൻ. അകത്ത് കിടക്കുന്ന നിന്റെ അമ്മാവന് വീട് വാടക കൊടുത്തിരിക്കുന്നത് ഗോവിന്ദേട്ടനാണ്. ഓ, ഇതാണ് എന്റെ അമ്മാവൻ. അപ്പൊ അകത്ത് കിടക്കുന്ന ആരാടാ? ആരാ? എടാ, അത് സുമതിയുടെ അച്ഛൻ. അപ്പൊ ഈ അമ്മാവനോ? എടാ, എന്റെ മോള് വസുമതി അകത്ത് മരിച്ചു കിടക്കുന്നത് സുമതിയുടെ അച്ഛൻ. ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് ഞാനും കുടുംബവും 2 വർഷമായി പുതിയ വീട്ടിലാണ് താമസം. അപ്പൊ ഞാൻ ബസുമതിക്ക് വേണ്ടി വാരി എറിഞ്ഞ കാശോ? ഗോവിന്ദ. എന്നെ വിളിച്ചോ? ചേട്ടനെ വിളിച്ചല്ല, നിന്റെ കാശ് മൊത്തം ഗോവിന്ദ. അമ്മാവ.